വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. US ജനപ്രതിനിധി സഭാംഗമായിട്ടുള്ള റിപ്പബ്ലിക്കൻ നേതാവ് റൈലി മൂർ അയാള് ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ FCRA കൊണ്ടുവരുന്നത് രാജ്യത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ഭീഷണിയാണ്, അവർക്ക് നേരെയുള്ള ഒരു അറ്റാക്കായിട്ട് അതിനെ കാണേണ്ടി വരും. ഈ വിധത്തിൽ FCRA നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ത്യ US നയതന്ത്ര ബന്ധത്തെ അത് ബാധിക്കും എന്നുവരെ ഈ ഒരു അമേരിക്കൻ സഭാംഗം, ജനപ്രതിനിധി സഭാംഗമായിട്ടുള്ള റിപ്പബ്ലിക്കൻ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. ഇയാൾ ട്രംപിന്റെ ഒക്കെ അടുത്ത ആരാധകനാണ് കേട്ടോ. സോ അദ്ദേഹം പറയുന്നത് 2000 വർഷത്തോളമായിട്ട് ക്രിസ്തുമതം ഇന്ത്യയിലും അതിന് സാന്നിധ്യമുണ്ട്. പക്ഷെ ഇന്ന് അതിനെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് ഈ FCRA അദ്ദേഹം കാണുന്നത് എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിനകത്ത് FCRA എന്താണ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകളെയും ട്രസ്റ്റുകളെയും നിയന്ത്രിക്കുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ വിവാദം. അതിലൊന്നാമത്തേത് രജിസ്ട്രേഷൻ റദ്ദായാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്നൊരു വിഭാഗമാണ്. അതായത് ഒരവസരത്തിൽ ഒരു NGOയുടെ ലൈസൻസ് റദ്ദാക്കുകയോ ലൈസൻസ് പുതുക്കാതിരിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ അത് സ്വയം ഉപേക്ഷിക്കുകയോ ചെയ്താൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എല്ലാ സ്വത്തുക്കളും ഗവൺമെന്റിന് നിയന്ത്രിക്കാം അല്ലെങ്കിൽ കണ്ടുകെട്ടാം എന്നുള്ളതാണ് അതിലെ ഒരു പുതിയ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഒന്നുമില്ല. നമ്മളിവിടെ ടാക്സ് അടച്ചു മാത്രം പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. തത്വത്തിൽ നമ്മുടെ എല്ലാ വസ്തുവകകളുടെയും ഉടമസ്ഥർ രാജ്യം തന്നെയാണ്, സ്റ്റേറ്റ് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. നിങ്ങൾ ടാക്സ് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അടയ്ക്കാതിരുന്നാൽ, അതായത് ബിൽഡിംഗ് ടാക്സോ ലാൻഡ് ടാക്സോ നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിശ്ചിത അവധിക്ക് ശേഷം കുറെ സമയം നമുക്ക് തരും അടയ്ക്കാനായിട്ട്. നിരന്തരമായിട്ട് നമ്മൾ അടയ്ക്കാതിരുന്നാൽ നമുക്കെതിരെ റവന്യൂ റിക്കവറി നടപടികളിലോട്ട് പോകാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. അതായത് നമ്മൾ ഈ വച്ചനുഭവിക്കുന്ന സ്വത്ത് പൂർണ്ണമായിട്ട് നമ്മുടേതാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനുമേൽ ഗവൺമെന്റിന് ഒരു നിയന്ത്രണമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ഒരു നിയന്ത്രണം NGOകൾക്ക് ബാധകമാണ്. ഈ NGO എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, അതിനകത്ത് സിഖ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ഈ ആശ്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലില്ലേ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ. ഈ ആശ്രമങ്ങളിലേക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ധനസഹായം വിദേശങ്ങളിൽ നിന്ന് കിട്ടുമായിരിക്കും, ഒരു സംശയമില്ല. അല്ലാതെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ NGOകളിലേക്ക് മാത്രമല്ല പൈസ പോകുന്നത്. പിന്നെ സാമൂഹിക സേവനം നടത്തുന്ന, ആതുര സേവനം നടത്തുന്ന സ്ഥാപനങ്ങളിലോട്ടെല്ലാം വിദേശത്ത് നിന്ന് പൈസ വരും, സഹായങ്ങൾ നാട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്നേ വരെ അമേരിക്കക്കാരുടേതെന്ന് പറഞ്ഞൊരു സഹായം കിട്ടിക്കാണില്ല, അത് വേറെ കാര്യം, ഞാൻ അതിനെക്കുറിച്ച് പറയാം. സോ അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ റദ്ദായാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി കണ്ടുകെട്ടുമെന്നല്ല, അതിനും കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതിനിടയിൽ ഇത് പരിഹരിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഒരു നിയന്ത്രണം എല്ലാ തരത്തിലും ഇവിടെ ആവശ്യമാണ്. NGO എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറീസ് മാത്രമല്ല, അതിനകത്ത് ഹിന്ദുസ്, സിഖ്, മുസ്ലിം ഇതിലൊന്നും പെടാത്ത കുറെ സാമൂഹിക സേവനം നടത്തുന്നു എന്ന് പറയുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്താണ്, അല്ലാതെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് മാത്രമായിട്ട് ഇവിടെ യാതൊരു നിയമവും കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണം വ്യാജമാണ്. 2, ലൈസൻസ് പുതുക്കാൻ കുറഞ്ഞ ഫണ്ട് ഉപയോഗ പരിധി എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ട്. FCRA ലൈസൻസ് പുതുക്കി ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വിദേശ സഹായം സ്വീകരിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചിരിക്കണം എന്നൊരു നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വിദേശ സഹായമൊക്കെ വാങ്ങുന്നത് ആളുകളെ സഹായിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ്, പക്ഷെ അത് വളരെ കുറവാണെന്നാണ് പലപ്പോഴായി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രവർത്തനമില്ലാത്തതോ വളരെ ചെറിയ തുക ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള NGOകളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് മറ്റ് NGOകൾക്ക് പണം കൈമാറാൻ പാടില്ല എന്നൊരു നിയന്ത്രണമാണ്. വിദേശത്തു നിന്ന് കിട്ടുന്ന ഫണ്ട് ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ആ തുക ഇന്ത്യയിലെ മറ്റേതെങ്കിലും NGOകൾക്ക് കൈമാറാനോ പങ്കുവയ്ക്കാനോ സാധിക്കില്ല. ഏത് സംഘടനയാണോ വിദേശ സഹായം സ്വീകരിക്കുന്നത് അവർ തന്നെ അത് നേരിട്ട് പദ്ധതികൾക്കായിട്ട് ചെലവഴിക്കണം. ഇതിലൊക്കെ എന്താണ് തെറ്റ് അല്ലെ? ഇതിനകത്ത് എന്താണ് ഗവൺമെന്റ് തെറ്റായിട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് മനഃപൂർവ്വം ഇതിന്റെ പുറകിൽ കുറെ കളികളുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോ തീരുന്നതിന് മുന്നേ നോക്കാം. അടുത്തതായിട്ട് ഇതിനകത്ത് കൊണ്ടുവരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധിയാണ്. ലഭിക്കുന്ന വിദേശ ഫണ്ടിന്റെ പരമാവധി 20% മാത്രമേ സംഘടനയുടെ ഭരണപരമായ കാര്യങ്ങൾക്ക്, അതായത് ശമ്പളം, ഓഫീസ് വാടക, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. മുൻപ് ഇത് 50% വരെയാണ്. അതായത് ഈ കിട്ടുന്ന പൈസ ദൂർത്തടിക്കാതിരിക്കാനും വകമാറ്റി ചെലവഴിക്കാതിരിക്കാനും പോക്കറ്റിൽ വെക്കാതിരിക്കാനും അഴിമതി കാണിക്കാതിരിക്കാനും കൊണ്ടുവരുന്ന നിയമങ്ങളാണിത്. അതിനെതിരാണ് ഇവിടെ പലരും സംസാരിക്കുന്നത് എന്ന് ആലോചിക്കണം.
ഇനി അടുത്തതായിട്ട് നിശ്ചിത ബാങ്ക് അക്കൗണ്ട് എന്നതാണ് മറ്റൊരു നിബന്ധന. വിദേശത്ത് നിന്നുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ന്യൂഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ പ്രത്യേക FCRA അക്കൗണ്ടിലേക്ക് മാത്രമേ പ്രാഥമികമായി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ്. ഇതിനകത്ത് എന്താണ് തെറ്റ്? ഗവൺമെന്റ് ഇതെല്ലാം നിയന്ത്രിക്കണ്ടേ, പരിശോധിക്കണ്ടേ? അല്ലാതെ തോന്നും പോലെ ആർക്കും പൈസ അയക്കാം, ആർക്കും ഇവിടെ ഉപയോഗിക്കാം എന്നുള്ള ഒരു സ്ഥിതി മാറണ്ടേ? മറ്റൊന്ന്, ഉദ്ദേശവും ഭൂമിശാസ്ത്രപരവുമായ നിയന്ത്രണമാണ്. അപേക്ഷിക്കുമ്പോൾ ഏത് നിർദ്ദിഷ്ട ആവശ്യത്തിനും ഏത് സംസ്ഥാനങ്ങളിലുമാണോ പ്രവർത്തനം എന്ന് പ്രഖ്യാപിക്കുന്നത്, അതായത് FCRA അക്കൗണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ NGO ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നാണോ പറയുന്നത്, അവിടെ മാത്രമേ ഈ ഫണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. മതപരിവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് ഉപയോഗിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ഇതൊരു പക്ഷേ ഈ പറഞ്ഞ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം, പ്രത്യേകിച്ച് മേൽപ്പറഞ്ഞ അമേരിക്കക്കാരൻ അതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്ക അവരുടെ സോഫ്റ്റ് പവർ ഇത്തരത്തിൽ മതപരിവർത്തനമൊക്കെ നടത്തി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതും നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത്. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് FCRAയിൽ സംഘടനയുടെ നിർണായക ചുമതല വഹിക്കുന്നവര് വിദേശ പൗരന്മാരാകാൻ പാടില്ല എന്നുള്ളതാണ്. ബോർഡ് അംഗങ്ങളുടെയും പ്രധാന ഭാരവാഹികളുടെയും ഐഡന്റിഫിക്കേഷനായിട്ട് ആധാർ, പാസ്പോർട്ട് വിവരങ്ങൾ നിർബന്ധവുമാക്കിയിട്ടുണ്ട്. അപ്പൊ FCRAയിൽ കൊണ്ടുവരുന്ന ഭേദഗതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തെ ഉപയോഗിച്ചല്ല. പിന്നെ ഇതിനകത്ത് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് മതപരിവർത്തനം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഈ നിർബന്ധിത മതപരിവർത്തനം, പ്രലോഭിച്ചുള്ള മതപരിവർത്തനം അത് ഒരു രാജ്യത്തും നല്ലതല്ല, ആരും നടത്തുന്നത് നല്ലതല്ല. അവിടെയും ഇന്ന മതം എന്ന് പറയുന്നില്ല. ഇത് ക്രിസ്ത്യൻ മതക്കാർക്ക് മാത്രമല്ല, ഏത് കമ്മ്യൂണിറ്റിക്കും ബാധകമാണ്. മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും നിർബന്ധിച്ച് പൈസ കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഒരാളെ മതം മാറ്റാൻ പാടില്ല. ഒരു രാജ്യത്തിന്റെ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യാനായിട്ട് ബോധപൂർവമായിട്ട് ശ്രമിക്കാൻ പാടില്ല. ഒരാൾക്കൊരു മതത്തിൽ വിശ്വാസം തോന്നി അയാൾ സ്വയം ഒരു മതം മാറാൻ തീരുമാനിക്കുന്നതും കുറെ ആളുകളെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് വലിയ തുക ചെലവഴിച്ചു വലിയ പദ്ധതികൾ സംഘടിപ്പിച്ച് വളരെയധികം പണം ഇറക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ഈ ഒരു അമേരിക്കക്കാരൻ പറഞ്ഞത്? ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഇത് ബാധിക്കുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൈസ കിട്ടുന്നത് മതസ്ഥാപനങ്ങൾക്ക് മാത്രമല്ല. വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിൽ ഒരു 10-15% മാത്രമാണ് ഈ മിഷണറിമാർക്കെന്നും പറഞ്ഞൊക്കെ പോകുന്നത്, അത്തരം NGOകളിലേക്ക് പോകുന്നത്. ബാക്കി പൈസയൊക്കെ പല NGOകൾക്കും പല ആവശ്യങ്ങൾക്കുമായിട്ടാണ് പോകുന്നത്. ഞാൻ ഇവിടെ ഒരു പട്ടിക കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജെമിനൈയിലോ ചാറ്റ് GPTയിലോ പോയി നോക്കിയാൽ മതി. ഞാൻ അവിടെയാണ് നോക്കിയത്. ഇന്ത്യയിലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പ്രതിവർഷം അമേരിക്കയിൽ നിന്ന് മാത്രം 5000 മുതൽ 7000 കോടിയോളം രൂപയാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ ആകെ വിദേശത്ത് നിന്ന് കിട്ടുന്ന പണത്തിന്റെ 25 മുതൽ 30% വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതായത് ബിൽ ഗേറ്റ്സിന്റെ ഫൗണ്ടേഷൻ അടക്കം ഒരുപാട്, നമ്മുടെ ക്ലിന്റൺ ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻസ് ഉണ്ട്, അന്താരാഷ്ട്ര NGO സംഘടനകളുണ്ട്. ഇവര് ഈ അമേരിക്ക അടക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ധനികരായിട്ടുള്ള ആളുകളുടെ സ്ഥാപനങ്ങൾ പല ആവശ്യങ്ങൾക്കുമായിട്ടാണ് വളരെ വലിയ ഫണ്ട് ലോകത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് മാത്രം റഫ്ലി ഒരു 5000 മുതൽ 7000 കോടി രൂപ വരെ വരുന്നുണ്ട്. ഇനി ആകെ മൊത്തം നമ്മൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് എത്തുന്ന പണം ഏതാണ്ട് 22,000 മുതൽ 23,000 കോടി രൂപയാണ്. ഇതിൽ സാധാരണ എത്ര പേർക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്? ഈ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ എഴുതൂ, നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ. വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് സഹായമായി കിട്ടിയ തുക എത്രയാണ് നിങ്ങളുടെ ജീവിത കാലയളവിൽ എന്ന് എഴുതൂ. എന്തായാലും പ്രതിവർഷം അപ്രോക്സിമേറ്റ് ഒരു 23,000 കോടി രൂപ ഇന്ത്യയിലേക്ക് എത്തുന്നുവെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ, ജെമിനൈയിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. സോ അതിനകത്ത് ബിൽ മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഫണ്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ജന്തർ മന്ദറിൽ നടന്ന സമരത്തില് ഏതെങ്കിലും തരത്തിൽ ആളെ കൂട്ടാനായിട്ട് NGOകൾ ഫണ്ട് ഒഴുക്കിയിട്ടുണ്ടോ എന്ന് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഗൗരവത്തിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മതപരിവർത്തനം മാത്രമല്ല, ഇവിടെ ലക്ഷ്യം ഇപ്പൊ അമേരിക്കയ്ക്ക് ജനങ്ങളോടുള്ള സ്നേഹമാണെങ്കിൽ പലസ്തീനിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് സംസാരിച്ച് നമുക്ക് യുദ്ധം നിർത്താം, ശാശ്വത പരിഹാരം ഉണ്ടാക്കാന്നല്ലേ പറയുള്ളൂ. മനുഷ്യനോട് അത്രയും സ്നേഹം അങ്ങ് ഒഴുകുന്നുകൊണ്ടാണെങ്കിൽ ഇറാനിൽ മനുഷ്യരെ കൊല്ലാനായിട്ട് ആക്രമണം നടത്തുമോ? ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ സാധാരണ മനുഷ്യർ മരിക്കുന്നില്ലേ? അപ്പൊ ഇത് അമേരിക്കയുടെ മനുഷ്യരോടുള്ള സ്നേഹമോ? അതൊന്നുമല്ല. ഇനി ക്രിസ്ത്യൻ മതത്തോട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ? ഒരിക്കലും അല്ല. ക്രിസ്ത്യൻ മതവും അമേരിക്കയും തമ്മിൽ എന്താണ് ബന്ധം? അതൊരു ഏഷ്യൻ മതമാണ്. ജീസസ് ക്രൈസ്റ്റ് അമേരിക്കയിലാണോ ജനിച്ചത്? അല്ല, അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും എല്ലാം ഏഷ്യയിലാണ്. പക്ഷേ യൂറോപ്യൻസും അമേരിക്കൻസും അവരുടെ സിവിലൈസേഷൻ ഡെവലപ്പായ സമയത്ത് അവർക്കൊരു റിലീജിയൻ ആവശ്യമായിരുന്നത് കൊണ്ട് മെജോറിറ്റി അവർ ഈ ഒരു റിലീജിയൻ അഡോപ്റ്റ് ചെയ്തു.
ഇന്നിപ്പോ അവരതിനെ നിയന്ത്രിക്കുകയാണ്. അത് അവരുടെ സോഫ്റ്റ് പവറിന്റെ കൂടി ഭാഗമാണ്. എന്ന് വെച്ചാൽ അവർ ആ മതത്തിനെ ഉപയോഗിക്കുന്നത് മതത്തോടുള്ള സ്നേഹവും കൊണ്ടല്ല, മറിച്ച് അവരുടെ രാജ്യത്ത് ആളെ കൂട്ടാനും ലോകത്ത് ആളെ കൂട്ടാനും അവരുടെ സ്വാധീനം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാനുമാണ്. അത് അവരുടെ ഒരു സോഫ്റ്റ് പവറിന്റെ ഭാഗമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഇന്ത്യ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല, ഇത് എല്ലാവർക്കും ബാധകമാണ്. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ NGOകൾക്കും ബാധകമാണ്, എല്ലാ മതങ്ങൾക്കും ഇത് ബാധകമാണ്. അതെങ്ങനെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നത്? അതെങ്ങനെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള ഒരു അറ്റാക്കായിട്ട് അമേരിക്കയിലെ ഒരു ജനപ്രതിനിധിക്ക് തോന്നുന്നത്? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ പുറകിൽ അവരുടെ താല്പര്യങ്ങളുണ്ട്, അവരുടെ അജണ്ടകളുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരിവിടെ ഫണ്ട് ഒഴുക്കുകയാണ്. എന്തിനാണെന്നേ പ്രതിവർഷം വിദേശ ശക്തികൾ 25,000 കോടിയൊക്കെ ഇന്ത്യയിലോട്ട് അയക്കുന്നത്? പല NGOകൾക്കായിട്ട് ഇത്രയും ഫണ്ട് കൊടുക്കുന്ന എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? സോ അങ്ങനെ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ഇവര് മനുഷ്യസ്നേഹികളായിരുന്നുവെങ്കിൽ ഒരിക്കലും റഷ്യ യുക്രൈൻ യുദ്ധം നടക്കില്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കില്ല, അമേരിക്ക ഇറാൻ യുദ്ധം നടക്കില്ല, ആഫ്രിക്കയിലെ മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കില്ല, ആഫ്രിക്ക അടക്കം ചൂഷണത്തിന് വിധേയമാക്കില്ല. ലോകം എത്ര സമാധാനത്തോടെ നീങ്ങനെ. സിമ്പിൾ ആയിട്ട് ചിന്തിക്കൂ, പാകിസ്ഥാൻ ബില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയുടെ അടുത്ത് പോയിട്ട് ഭിക്ഷ യാചിക്കുന്നത്. അവിടെ കൊടുക്കാൻ മടിയാണ്, കാരണം അവരെ കൊണ്ട് എന്തെങ്കിലും പണി എടുപ്പിച്ചാലേ കൊടുക്കൂ. പക്ഷെ ഇന്ത്യയിലേക്ക് ആയിരക്കണക്കിന് കോടി വെറുതെ അങ്ങ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ഒന്നും ദൈനംദിന ജീവിതത്തിന് ഈ പണം കിട്ടുന്നില്ല. നമുക്ക് റേഷൻ തരുന്നത് ഗവൺമെന്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യന് ആവശ്യമുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. നമ്മൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ പണമൊക്കെ ആരുപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു? 1000 കോടി കിട്ടുമ്പോൾ 500 കോടി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി 500 കോടി പോക്കറ്റിലാക്കാം എന്ന് ആഗ്രഹിക്കുന്ന പല തട്ടിപ്പ് സ്ഥാപനങ്ങളും ഉണ്ട് ഈ ലോകത്ത്. എല്ലാവരുമല്ല, തട്ടിപ്പ് സ്ഥാപനങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ പണം മുഴുവൻ പോകുന്നത് ഏതെങ്കിലും മതസ്ഥാപനത്തിലേക്ക് മാത്രമല്ല, സ്വകാര്യ ഫൗണ്ടേഷനുകളിലേക്ക് പോകുന്നുണ്ട്. ഇവരൊക്കെ ഈ പൈസ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അവിടെയാണ് ഗവൺമെന്റ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. കിട്ടുന്ന പൈസ എന്ത് ആവശ്യത്തിനാണോ വാങ്ങുന്നത് അതിന് വിനിയോഗിക്കണം, അല്ലാതെ വകമാറ്റി ചെലവഴിക്കരുത്, കള്ളക്കണക്ക് എഴുതി പിടിപ്പിക്കരുത്. ഇതാണ് ഇപ്പൊ പലരെയും പ്രകോപിക്കുന്നത്. ഇനി വിദേശ ശക്തികളെ ഇതിൽ പ്രശ്നമാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആവശ്യത്തിനനുസരിച്ച് തോന്നും പോലെ പൈസ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറ്റില്ല, അവരുടെ കളി നടക്കില്ല. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യക്കകത്ത് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അമേരിക്കക്കാർക്ക് എന്താണ് അതിൽ കാര്യം? ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ ഇന്ത്യക്കാരാണ്. അമേരിക്കക്കാർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ? അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? കാര്യം ലളിതമാണ്, അവർക്ക് ഇന്ത്യയിൽ കുറെ താല്പര്യങ്ങളുണ്ട്. അത് മതപരമായ താല്പര്യമല്ല. മതം ഉൾപ്പെടെ പലതും അവർ ഉപയോഗിക്കുന്നത് അവരുടെ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയയിലേക്ക് നമുക്കൊരു ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ കൊണ്ടുപോകാൻ പറ്റാത്തത്? കിങ് ജോങ് ഉൻ അടുപ്പിക്കില്ല. കാരണം അങ്ങോട്ടേക്ക് അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് അത് പ്രശ്നമാണെന്ന് അവർക്കറിയാം. കാരണം ഇതിനെ ഒരു സോഫ്റ്റ് പവർ ആയിട്ട് പല രാജ്യങ്ങളും ഉപയോഗിക്കും. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ പറഞ്ഞു, ബുദ്ധിസം ഇന്ത്യക്ക് ഒരു സോഫ്റ്റ് പവർ നൽകുന്നുണ്ട്. അതുപോലെ യോഗ ഇന്ത്യക്ക് ഒരു സോഫ്റ്റ് പവർ നൽകുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചർ ഒരു സോഫ്റ്റ് പവർ നൽകുന്നുണ്ട്. അതുപോലെ US അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ആശങ്ക ഉണ്ടാവുന്നത്. ഈ പൈസ മുഴുവൻ US കൊടുക്കുന്നത് മതസ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, സ്വകാര്യ NGOകൾക്കും കൊടുക്കുന്നുണ്ട്. ഈ പൈസ ഉപയോഗിച്ച് അവരിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടല്ലേ അവരെടുക്കുള്ളൂ, അമേരിക്കയുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുന്ന ആൾക്കാർ. അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്കാരെ നന്നാക്കാൻ എന്താ ഒരു ശുഷ്കാന്തി. നമ്മൾ കണ്ടു അമേരിക്കയുടെ ഇന്ത്യ സ്നേഹം. കുറച്ച് ചെറുപ്പക്കാര് തെറ്റായ വഴിയിലൂടെ ആണെങ്കിൽ അമേരിക്കയിൽ പോയി ജോലി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ അവരെ കയ്യാമം വച്ച് ഇങ്ങോട്ടേക്ക് അയച്ച കൂട്ടരാണ് ഈ അമേരിക്കക്കാര്. എന്തേ അവർക്ക് തോന്നിയില്ല, എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ, മനുഷ്യത്വം കവിഞ്ഞൊഴുകുകയല്ലേ, അതുകൊണ്ട് കുറച്ചുപേര് ഇനി അവരവിടെ ജീവിച്ചോട്ടെ, അവർക്ക് PR കൊടുത്ത് ജോലി കൊടുത്ത് അവരെ അങ്ങ് നന്നാക്കി കൂടായിരുന്നോ? ഇങ്ങോട്ടേക്ക് കയ്യാമം വെച്ച് അയച്ചപ്പോൾ കാണിക്കാത്ത മനുഷ്യത്വമാണ് എല്ലാ വർഷവും ഇന്ത്യയിൽ നന്മ ചൊരിയാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയായിട്ട് അമേരിക്കയും വിദേശ രാജ്യങ്ങളും ഒക്കെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഇനിയും നമുക്ക് എതിർസ്വരങ്ങൾ ഉണ്ടാവും. FCRA നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.